അക്രമങ്ങളെല്ലാം ലക്ഷ്യമാക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളെയാണ്. ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിം ജനതയെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ശ്രമം. യഥാർത്ഥത്തിൽ ഭീകരവാദികൾക്ക് പുറകിൽ ഒരു പ്രത്യേക മതമില്ല എന്ന് വേണം പറയാൻ. കലാപം ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞൊരു ഉദ്ദേശവും അവർക്കില്ല. പാകിസ്ഥാനിൽ തന്നെ അവർ അനേകം മുസ്ലിം പള്ളികൾ ബോംബിട്ട് തകർക്കുന്നു. പള്ളികളിൽ നമസ്കരിക്കാൻ വരുന്നവരെ നമസ്കാര വേളയിൽ തന്നെ വെടിവെച്ചിരുന്നു. പാകിസ്ഥാനിൽ പ്രാദേശിക രാഷ്ട്രീയം പോലും പല മത നേതാക്കളുടെ കൈകളിലാണ്. അവരിൽ പലരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ്. അവിടെ പല സംഘടനകൾ നിരോധിച്ചു എങ്കിലും പേരിൽ മാത്രം അത് ഒതുങ്ങുന്നു. രാഷ്ട്രീയം പോലും അവർ പറയുന്നത് നോക്കി ചലിക്കുന്നു. ഇവിടെ ഇന്ത്യയിലും സമാന നിലയിലാണ് RSS ഭരിക്കുന്നത്. അവരുടെ നിഴരൂപങ്ങളായ മറ്റു തീവ്രവാദ ഗ്രൂപ്പുകൾ വേറെയും. ദേശീയ പ്രാദേശിക നിലയിൽ അവരുടെ രാഷ്ട്രീയം BJP-യോടാണ്. ഈ രണ്ടു കൂട്ടരും തീവ്രവാദികൾ തന്നെയാണ്. അവർക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ല. ഭരണം നടത്താനുള്ള ആയുധം മാത്രമാണ് അവർക്ക് മതം. കലാപമുണ്ടാക്കാൻ പല മാർഗങ്ങളാണ് അവർ സ്വീകരിക്കുന്നത്. ഈ രണ്ടു കൂട്ടർക്കും ഒരേ ഒരു ലക്ഷ്യം, രാഷ്ട്രീയം മാത്രം. അതിനുവേണ്ടി ബലി കൊടുക്കുന്നത് പാവപ്പെട്ടു പോയ മനുഷ്യരുടെ ജീവനും. വെറുപ്പ് കൊണ്ട് നേടുന്ന വോട്ടിൽ രക്തക്കറ പുരണ്ട സിംഹാസനമാണ് അവരെ പോലെയുള്ളവർ അലങ്കരിക്കുന്നത്. നാളിതുവരെ ഉണ്ടായ ഭീകരാക്രമണവും ആഭ്യന്തര പ്രശ്നങ്ങളും എല്ലാം തന്നെ നോക്കിയാൽ മനസ്സിലാക്കാം ഇന്ത്യ ഭരിക്കുന്നവർ ഇന്ത്യയെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന്. അതീവ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എങ്കിൽ മിലിറ്ററി ഇന്റലിജൻസിന്റെ വീഴ്ചയാണത്. ഇന്ത്യൻ മിലിറ്ററിയുടെ അതീവ രഹസ്യങ്ങൾ പാകിസ്ഥാനോട് ചോർത്തിക്കൊടുത്ത കേസിൽ കുറച്ചുപേരെ മിലിറ്ററി വകുപ്പ് നിന്ന് പിടിച്ചിരുന്നു. ഒരു മുസ്ലിം നാമമായിരുന്നു അവരുടേതെങ്കിൽ ഇന്ത്യയിൽ സംഘപരിവാർക്കാർ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾക്ക് നേരെ കുറ്റപ്പെടുത്തിയേനെ. എന്നാൽ സംഘപരിവാറുകാരായവരെ പിടിച്ചപ്പോൾ അവർ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. UP, മണിപ്പൂർ ഇന്നും കത്തുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള സർക്കാർ സ്പോൺസർ ചെയ്യുന്ന അക്രമങ്ങൾ. മുസ്ലിം ക്രൈസ്തവ പള്ളികൾ തകർക്കാൻ അവർ കാണിക്കുന്ന ആവേശം പാകിസ്ഥാൻ തീവ്രവാദികളെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഭൂരിപക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനോട് വെറുപ്പ് തന്നെയാണ്. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ പോലും പാകിസ്ഥാൻ സർക്കാരിന്റെ പല നടപടിയിലും ദുരിതത്തിലാണ്. ആവശ്യമില്ലാത്ത മതനിയമം കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുന്ന സംവിധാനമാണ് അവിടെ ഉള്ളത്. തീവ്രവാദികൾ പ്രായപൂർത്തിയാകാത്ത മക്കളെ ഭീഷണിപ്പെടുത്തി റിക്രൂട്ട് ചെയ്യുന്ന കാഴ്ചകളുണ്ട് അവിടെ. കയ്യിൽ തോക്ക് കൊടുത്ത് ലഹരിക്ക് അടിമയാക്കി അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ തണൽ പറ്റി അവർ വളർത്തുന്ന ഭീകരർക്ക് പ്രായം 20 വയസ്സിൽ താഴെ മാത്രമാണ്. ജമ്മു കാശ്മീരിന്റെ 40% ഇപ്പോഴും പാകിസ്ഥാന്റെയും ചൈനയുടെയും കയ്യിലാണ്. ഇന്ത്യക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ അവർ കൈയേറി ഭരിക്കുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യയോടാണ് താല്പര്യവും. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ കൊണ്ട് മാത്രമാണത്. ജമ്മു കാശ്മീർ ഇന്ത്യൻ സർക്കാർ സ്വയം ഭരണ സംവിധാനം കളഞ്ഞതിനു ശേഷം അവിടെ ശാന്തമാണ് എന്ന് തെറ്റിദ്ധാരണ കിട്ടിയ അടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണം. പാക് ഇന്ത്യ വിഭജനം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് പാകിസ്ഥാൻ, ഞങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ എന്ന നിലപാടെടുത്തവരാണ് RSSകാർ. ഗാന്ധിജി അത് പൊളിച്ചപ്പോൾ അദ്ദേഹത്തെയും തീർത്തുകളഞ്ഞു. തിരിച്ചടിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പ്രതിരോധ സംവിധാനത്തിന്റെ പിഴവ് മെച്ചപ്പെടുത്തുക എന്നത്. പുൽവാമയിലും ഉണ്ടായത് ഇതേ വീഴ്ച തന്നെയായിരുന്നല്ലോ. വീഴ്ച പറ്റിയത് ആഭ്യന്തര വകുപ്പിനാണ്. ഇത്രയും പേരുടെ മരണത്തിന് അമിത്ഷായും നരേന്ദ്രമോദിയും ഉത്തരം പറഞ്ഞേ തീരൂ. ഇനി ഇലക്ഷന് മുൻപ് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി മോദി തന്നെ ഇറക്കിയ പൊറാട്ട് നാടകമാണോ ഈ വെടിവെപ്പും ബഹളവും എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.